സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിനായി 3 ജില്ലകൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. 487 പോയിന്റുമായി കണ്ണൂരാണ് ഒന്നാമത്. കോഴിക്കോടും തൃശൂരും തൊട്ടുപിന്നിലുണ്ട്. ജനപ്രിയ ഇനങ്ങൾ ഇന്ന് വേദിയിലെത്തും. GR വെങ്കടേശ്വരൻ കലോത്സവ നഗരിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. വെങ്കടേശ്വരൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ്. 3ാം ദിനത്തിൽ എത്തി നിൽക്കുന്നു കലാമാമാങ്കം. ഇന്ന് ഏതൊക്കെ പ്രധാനപ്പെട്ട ഇനങ്ങളാണ് വേദിയിലെത്തുക? ഗ്ലാമർ ഇനങ്ങളുണ്ടോ? ആര്യ, കീർത്തന, വെരി 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 ഗുഡ് മോർണിംഗ്. ആര്യ പറഞ്ഞതുപോലെ, കീർത്തന പറഞ്ഞതുപോലെ ഇന്ന് 3ാം ദിനത്തിലേക്ക് കടക്കുകയാണ് നമ്മുടെ കലോത്സവം. ഗ്ലാമർ ഇനങ്ങളാണ്. നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ഗ്ലാമർ ഇനങ്ങളുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു ഗ്ലാമർ ഇനം പ്രധാനപ്പെട്ടത് കോൽക്കളിയാണ്. സാധാരണ കോൽക്കളി നടക്കുന്ന വേദികളിൽ വലിയ തിരക്കും വലിയ ആഘോഷവും വലിയ ആർപ്പുവിളിയൊക്കെയാണ് ഉണ്ടാവാറുള്ളത് എല്ലാ കൊല്ലവും. അപ്പോൾ ഇക്കൊല്ലവും അതിന് മാറ്റമൊന്നും ഉണ്ടാകില്ല എന്ന് നമുക്ക് കരുതാം. മാത്രമല്ല മറ്റൊരുപാട് മത്സര ഇനങ്ങളുണ്ട്. പ്രത്യേകിച്ച് നാടൻ പാട്ട്, മൂകാഭിനയം, ചവിട്ട് നാടക വേദികളിലെല്ലാം വലിയ തിരക്കാണ് എല്ലാ കൊല്ലവും അനുഭവപ്പെടാറുള്ളത്. ഇക്കൊല്ലവും അതേ തിരക്കുണ്ടാകുമെന്ന് ഉറപ്പാണ്. നമ്മൾ പറയാറുണ്ട്, സാധാരണ തൃശ്ശൂരുകാരുടെ കയ്യിൽ എന്ത് കിട്ടിയാലും അവരത് ആഘോഷമാക്കുമെന്ന്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ വേദികളിലും ഒരുപാട് വലിയ ആൾക്കൂട്ടമുണ്ട്, എല്ലാമുണ്ട്. മാത്രമല്ല നമുക്ക് ഈ പോയിന്റ് നിലയൊന്ന് പരിശോധിക്കണം. പ്രത്യേകിച്ച് ആദ്യ ദിനങ്ങളിലെല്ലാം തന്നെ കണ്ണൂർ, കോഴിക്കോട്, തൃശ്ശൂർ ഈ 3 ജില്ലകളാണ് ഒപ്പത്തിനൊപ്പം നിന്നിരുന്നത്. അവർക്ക് ഏകദേശം ഒരേ പോയിന്റുള്ള ഒരു സമയം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. കണ്ണൂരാണ് ചെറിയൊരു മുന്നേറ്റം നടത്തുന്നത്. കണ്ണൂർ ജില്ലയ്ക്ക് 487 പോയിന്റാണ് നിലവിലുള്ളത്. പക്ഷേ കോഴിക്കോട്ടുകാർ അങ്ങനെയൊന്നും വിട്ടുകൊടുക്കുന്ന മട്ടല്ല എന്ന മട്ടാണ്. 485 പോയിന്റുമായി 483 പോയിന്റുമായി കോഴിക്കോട് തൊട്ടു പിന്നിലുണ്ട്. മാത്രമല്ല തൃശ്ശൂർ ജില്ല, കഴിഞ്ഞ കൊല്ലം സ്വർണ്ണക്കപ്പ് കൊണ്ടുപോയ തൃശ്ശൂർ ജില്ല 481 പോയിന്റുമായി 3ാം സ്ഥാനത്തുണ്ട്. അപ്പോൾ ഒരു ഫോട്ടോ ഫിനിഷൊക്കെ ഉണ്ടാകുമോ എന്ന ആകാംക്ഷയിലാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. അപ്പോൾ മത്സര ഇനങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. ജനപ്രിയ ഇനങ്ങൾ ഇന്ന് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കോൽക്കളി അടക്കം, നാടൻ പാട്ടടക്കം അങ്ങനെയുള്ള ഒരുപാട് ഇനങ്ങൾ ഇനിയും വരാനുണ്ട്. ആര്യ, കീർത്തന. തീർച്ചയായും GR വെങ്കടേശ്വരനാണ് കലോത്സവ നഗരിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. വെങ്കി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വീണ്ടും വരാം തത്സമയ കാഴ്ചകളിലേക്ക്.